പരോക്ഷ വിമർശനവുമായി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. സമസ്തയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രീയക്കാരെ ആവശ്യമില്ലെന്ന് ഉമർ ഫൈസി മുക്കം. വഖഫ് സംരക്ഷണ മഹാസമ്മേളനത്തിലായിരുന്നു ഉമർ ഫൈസിയുടെ പരാമർശം. ഹർഷാരവത്തോടെ ഉമർ ഫൈസി അണികൾ സ്വീകരിച്ചത്. കടന്നു വരുന്നു. കൊലോ തക്ബീർ, കൊലോ തക്ബീർ, കൊലോ തക്ബീർ, കൊലോ തക്ബീർ. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എന്തിനാ നമ്മൾ വെറുതെ തല്ലുകൂടുന്ന എന്താ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ചൂടെ? അതിന് വേറെ രാഷ്ട്രീയക്കാരൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇരുന്നിട്ട് പരിഹരിക്കാവുന്നതാണ്. നമ്മുടെ മുമ്പിൽ ഖുർആനും ആയത്തില്ലേ, ഖുർആനും ഹദീസും ഒക്കെ അല്ലേ. ഖുർആൻ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എങ്ങോട്ട് മടങ്ങാനാ പറഞ്ഞത്? അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങാനാ പറഞ്ഞത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങാന്ന് പറഞ്ഞാൽ ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങാന്ന് അർത്ഥം. ഖുർആനും ഹദീസുള്ള നമ്മളെന്തിനാ വേറെ രാഷ്ട്രീയക്കാരെ പിന്നാലെ പോണത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല നമുക്ക് ആ നല്ല ബുദ്ധി എല്ലാവർക്കും തരട്ടെ. കൂടുതൽ വിവരങ്ങളുമായി അനൽക സയ്യിദ് ചേരുന്നു. അനൽക, മുസ്ലിം ലീഗിനെതിരെ പരോക്ഷ വിമർശനവുമായി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കൊച്ചി കലൂരിൽ നടന്ന വഖഫ് സംരക്ഷണ മഹാസമ്മേളനത്തിലായിരുന്നു മുസ്ലിം ലീഗിനെതിരെ പരോക്ഷ വിമർശനവുമായി സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ഉമർ ഫൈസി മുക്കം രംഗത്തെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, സമസ്തക്കകത്ത് നിലവിൽ, അതായത് സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രശ്നങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിമർശനമാണ് ഇത്തരത്തിൽ ഉമർ ഫൈസി മുക്കം നടത്തിയിട്ടുള്ളത്. അതായത് അതായത് സുന്നി വിഭാഗത്തിലെ നേതാക്കൾ ഐക്യത്തിന്റെ ഭാഗത്താണ്. സമസ്തയിലെ പ്രശ്നങ്ങൾ സമസ്തക്കുള്ളിൽ തന്നെ പരിഹരിക്കാൻ കഴിയും. അത് പരിഹരിക്കാൻ രാഷ്ട്രീയക്കാരെ ആവശ്യമില്ലെന്ന പരാമർശമാണ് ഉമർ ഫൈസി മുക്കം നടത്തിയത്. അതോടൊപ്പം തന്നെ സമസ്തയിലെ പ്രശ്നങ്ങൾ മതഗ്രന്ഥങ്ങൾ മുൻനിർത്തി പരിഹരിക്കാൻ കഴിയുമെന്നൊരു പരാമർശം ഈ വേദിയിൽ വെച്ച് ഉമർ ഫൈസി മുക്കം നടത്തുകയും ചെയ്തു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇന്ന് ഈ വൈകുന്നേരം നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് ജിഫ്രി മുത്തക്കോയ തങ്ങളാണ്. അതായത് നേരിട്ട് പങ്കെടുക്കേണ്ടതിന് പകരം ഓൺലൈൻ വഴിയാണ് ജിഫ്രി തങ്ങൾ പങ്കെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിൽ വിവാദം ഉണ്ടായിരുന്നു. ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഉമർ ഫൈസി മുക്കം നേരിട്ട് ഈ വഖഫ് സംരക്ഷണ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ജിഫ്രി തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ചാണ് താൻ ഇവിടെ എത്തിയത് പങ്കെടുത്തതെന്ന കാര്യം കൂടി ഈ സമയത്ത് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വേദിയിലേക്ക് ഉമർ ഫൈസി മുക്കം വരുന്ന സമയത്ത് ഹർഷാരവത്തോടെയാണ് ഉമർ ഫൈസിയെ ഈ അണികൾ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 സുന്നി സംഘടനകളാണ് ഇത്തരത്തിൽ കൊച്ചി കലൂരിൽ വെച്ച് ഇത്തരത്തിലൊരു വഖഫ് സംരക്ഷണ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ആദ്യഘട്ടത്തിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെയും അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും ആ 2 വിഭാഗത്തിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇന്ന് ഇത്തരത്തിൽ പരിപാടിക്കകത്ത് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് ഇന്ന് കലൂരിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഉമർ ഫൈസി മുക്കം ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അഞ്ജലി. ശരി, വിവരങ്ങൾ വ്യക്തമാണ് അനൽക.